കുട്ടീസ്, അരുമ മിസ്സാണേ. എല്ലാ മക്കളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പഠിച്ചു വലിയ ആളുകളാവണം എന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് മിസ്സിന് അറിയാം. നമ്മൾ നല്ലൊരാളായിട്ട് മാറണമെന്നുണ്ട്, നല്ല ജോലികളൊക്കെ കിട്ടണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ പഠിക്കുന്ന പാഠഭാഗത്തോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് വാല്യൂസും കുറേ സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ചെറിയ മക്കളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. എന്നാലും നിങ്ങളൊരു LP സെക്ഷനിലെ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്കില്ലുകളും കുറച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാനാണ് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ 4 വരെ അല്ലേ, നിങ്ങൾ LP ക്ലാസ്സിലുള്ള കുട്ടികളാണല്ലോ. നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമെങ്കിൽ നിങ്ങളെക്കാൾ മുതിർന്നവരായിട്ട് അവിടെ മത്സരിക്കുക 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ മാത്രമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മത്സര ഇനമോ വരുന്ന സമയത്ത് നമുക്ക് മുൻപന്തിയിലൊക്കെ എത്തണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്കില്ലുകൾ ഞാൻ പറഞ്ഞു തരാം. മത്സര പരീക്ഷകൾ അതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഒരു എഴുത്ത് പരീക്ഷയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ കഥ എഴുതുന്ന മത്സരമോ കവിത എഴുതുന്ന മത്സരം എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ കൈ അക്ഷരത്തിന് ഒരു ഇമ്പോർട്ടൻസ് നൽകേണ്ട കാര്യമുണ്ട്. കൈ അക്ഷരം വൃത്തിയുള്ളതാണ് വൃത്തികേടാണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കമന്റ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം വൃത്തിയുള്ളതാണെന്ന് പറയുമ്പോൾ കീപ് ഇറ്റ് അപ്പ്, ഗുഡ് ലക്ക്. ഇനി ആരെങ്കിലും വൃത്തികേടാണെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചിരിക്കരുത്. ഇനി എന്തൊക്കെ ചെയ്താലും എൻ്റെ കൈ അക്ഷരം വൃത്തികേടാണ് എന്ന് മനസ്സിൽ വെച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ ഒരാൾ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ കൈ അക്ഷരം പോരാ വൃത്തികെട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലേക്കൊന്നും എടുക്കരുത് കേട്ടോ. നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇങ്ങനെ പല ആളുകളും ചിലപ്പോൾ നിങ്ങൾ പാട്ട് പാടുമ്പോൾ നിന്റെ പാട്ട് കൊള്ളത്തില്ല എന്നോ, ഡാൻസ് കളിക്കാൻ പോകുമ്പോൾ നിന്റെ ഡാൻസ് കൊള്ളത്തില്ല എന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവർ പറഞ്ഞതാണ് ശരി എന്ന് വിചാരിച്ച് എൻ്റെ മക്കൾ ഇരിക്കരുത്. നമുക്കിതിലൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ന് കാണുന്ന വലിയ വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെല്ലാവരും ജനിച്ചു വീണപ്പോഴേ ഭയങ്കര അടിപൊളിയായിരുന്നു? അല്ല, അവരെല്ലാവരും തന്നെ എന്താണ് തെറ്റുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് പഠിച്ചത്. നിങ്ങൾക്കറിയാലോ, വലിയ പരീക്ഷയായിട്ട് പറയുന്ന ഒരു പരീക്ഷ കളക്ടർ ആവാനുള്ള പരീക്ഷയാണെന്ന് അല്ലെ, സിവിൽ സർവീസ് എക്സാം എന്നാണ് അതിന്റെ പേര്. ആ എക്സാമിന് പോലും ആളുകൾ എത്തുന്നത് 1, 2, 3 ഒക്കെ അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട്. ആദ്യം തന്നെ അവരാരും ശരിയായിട്ടൊന്നും തുടങ്ങിയ ആളുകളല്ല. അപ്പൊ തെറ്റിൽ നിന്നേ നമ്മൾ പഠിക്കത്തുള്ളൂ. അപ്പോൾ കൈയക്ഷരം വൃത്തിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു സ്കില്ലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പാട്ട് പാടാനായിക്കോട്ടെ, ഡാൻസ് കളിക്കാനായിക്കോട്ടെ, എഴുതാനായിക്കോട്ടെ, വരയ്ക്കാനായിക്കോട്ടെ, എന്താണെങ്കിലും ഇപ്പോൾ ഉള്ളതിൻ്റെ അകത്തുനിന്നും കുറച്ചും കൂടെ മുന്നിലേക്ക് എത്താൻ നിങ്ങൾക്കൊരു ട്രെയിനിങ് ആവശ്യമായിരിക്കും. ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ക്ലാസ്സുകൾക്കൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെയും കൂടെ ഒന്ന് ശ്രമിക്കുക. മൂന്നാമതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചുറ്റുപാടും നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. പക്ഷെ പൊതുവായിട്ടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ന്യൂസ് നടക്കുന്ന കാര്യങ്ങൾ, ന്യൂസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഒന്നും നിങ്ങൾ ഒട്ടും ഫോളോ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സ്പോർട്സ് ഫോളോ ചെയ്യുന്നുണ്ടാവും, വേറെ ഒരു കാര്യവും നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അങ്ങനെയായാൽ ശരിയാവോ? പറ്റത്തില്ല അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പത്രവാർത്തകളൊക്കെ സെലക്ട് ചെയ്ത് നോക്കാനും അതേപോലെ തന്നെ അല്ലേ നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനാണ് നമ്മൾ കുട്ടി വാർത്തകൾ തത്സമയം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പേപ്പർ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചർമാർ അതിൽ പറഞ്ഞു തരും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ഇനി വേറൊരു കാര്യം മിസ്സിന് പറഞ്ഞു തരാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റിക്കോട്ടെ അതേപോലെ തന്നെ പരാജയപ്പെട്ടോട്ടെ, ഇതൊന്നും നിങ്ങളുടെ ഒരു പ്രശ്നമല്ല. പക്ഷെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ പരിപാടികളിലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? മാക്സിമം ചിലപ്പോൾ തെറ്റിക്കും, നമ്മൾക്ക് എന്താണ് ബാക്കിയുള്ള ആൾക്കാർ കളിയാക്കും, അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ സങ്കടപ്പെട്ടു പോവാതെ വീണ്ടും എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. വീണ്ടും പരിശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് ഈ ലോകം എന്ന് പറയുന്നത്. തോറ്റ് പിന്മാറി കരഞ്ഞിരിക്കാനാണെങ്കിൽ നമുക്ക് അതിനേ സമയം കാണുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാ തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. പഠനത്തോടൊപ്പം തന്നെ അല്ലേ ഈ കാര്യങ്ങളിലും കൂടെ എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധ ചെലുത്തുക. നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, bye bye.